അനിയന്റെ ഊഴം കഴിഞ്ഞു, ഇനി ഏട്ടന്റെ ഊഴമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉണ്ണിമുകുന്ദൻ മാർക്കോയിലൂടെ വലിയ ഹിറ്റ് നേടി. ഇനി സുരേഷ് ഗോപി ഒറ്റക്കൊമ്പനിലൂടെ വലിയ ഹിറ്റ് നേടാൻ പോവുകയാണ്. നിങ്ങൾക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പോകാൻ ശ്രമിക്കുക. 2019 ശേഷം 2 പ്രാവശ്യം ഇലക്ഷന് തോറ്റതിന് ശേഷം 2024 ലോക്സഭാ ഇലക്ഷനിൽ വലിയ വിജയം നേടിക്കൊണ്ട് സുരേഷ് ഗോപി ചരിത്രം സൃഷ്ടിച്ച കഥ നമുക്കറിയാം. അതിനുശേഷം കേന്ദ്രമന്ത്രിയായി മാറുകയും തൻ്റെ പദവിയുടെ തിരക്കുകളിലേക്ക് പോവുകയും ചെയ്തു. സുരേഷ് ഏട്ടൻ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഒരു സിനിമ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോൾ സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുകയാണ്. രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒറ്റക്കൊമ്പനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. പിന്നീട് ഏതാണ്ട് ഇതുപോലൊരു കഥാപാത്രം പൃഥ്വിരാജ് കടുവ എന്ന സിനിമയിൽ ചെയ്യുകയും ചെയ്തു. ആ സിനിമ വലിയ ഹിറ്റാവുകയും പിന്നീട് 50 കോടി ക്ലബിലൊക്കെ എത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറെ കാലം ഒറ്റക്കൊമ്പനെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, സുരേഷ് ഗോപി ഇലക്ഷന്റെ തിരക്കുകളിലേക്ക് കടക്കുകയും ചെയ്തു. ഒരുപക്ഷെ സിനിമ ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ചെറുപ്പക്കാരനായി നല്ല മാസ് ലുക്കിലുള്ള സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കൊമ്പൻ സിനിമയുടെ ലൊക്കേഷനിലേക്ക് സുരേഷ് ഗോപി എത്തിയ ചിത്രങ്ങളാണിത്. ജീവിതത്തെ സ്വന്തം ഇച്ഛാശക്തിയിലും ചോരത്തിളപ്പിലും ബുദ്ധിയും കൗശലവും ആളും അർത്ഥവും കൊണ്ട് നേരിട്ട ഒരു മനുഷ്യനുണ്ട്, കടുവാക്കുന്നിൽ കറുവാച്ചൻ. മധ്യ തിരുവിതാംകൂറിലെ മീനച്ചിൽ താലൂക്കിലെ പാലായും പരിസരങ്ങളിൽ ഒരു കാലത്ത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയ കടുവാക്കുന്നിൽ കറുവാച്ചൻ. കറുവാച്ചൻ്റെ കഥയാണ് ഒറ്റക്കൊമ്പൻ എന്ന സിനിമ. ഇത്രയും വലിയൊരു കഥാപാത്രം പൂർണ്ണമായി സ്വീകരിച്ച് അത്രയും ഗംഭീരമായി പ്രേക്ഷകരിൽ എത്തിക്കാൻ സാധിക്കുന്ന 2 സൂപ്പർ സ്റ്റാറുകൾ മാത്രമേ മലയാളത്തിൽ ഇന്നുള്ളൂ. ആദ്യത്തെ ആള് ലാലേട്ടനാണ്, അതുപോലെ രണ്ടാമത്തെ ആള് സുരേഷ് ഗോപി തന്നെയാണ്. എന്തായാലും കറക്റ്റായ ആള് തന്നെയാണ് കറുവാച്ചനായി നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത്. ലൊക്കേഷൻ സ്റ്റില്ലുകൾ എടുത്തു നോക്കുമ്പോൾ ഒരു അച്ചായൻ്റെതായ സ്റ്റൈലും സ്വാഗും ഒക്കെ പിടിച്ചിട്ടാണ് സുരേഷ് ഗോപി നടക്കുന്നത്. അതുമാത്രമല്ല, നല്ല രീതിയിൽ ചെറുപ്പക്കാരനായ പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. ഏകദേശം 66 വയസ്സുള്ള ആളാണ് ഇതുപോലെ സ്റ്റൈലായി നല്ല ചെറുപ്പക്കാരനായൊക്കെ തോന്നുന്ന രീതിയിൽ നടക്കുന്നത്. ഒരു കാലത്ത് പോലീസ് വേഷങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന, അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ചാക്കോച്ചിയായും കുട്ടപ്പായിയായും ഗംഭീര അച്ചായൻ റോൾ ചെയ്ത് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു അച്ചായൻ വേഷവും ഗംഭീരമായി നമ്മുടെ മുന്നിലെത്തുമെന്ന് ഉറപ്പാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ സിനിമയിലെ വലിയൊരു തിരിച്ചുവരവ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഹീറോ ആയിട്ടുള്ള തിരിച്ചുവരവ്. ഇതുവരെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകളാണ് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം, തിരിച്ചു വരിക എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കുറച്ച് നാൾ ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നതിന് ശേഷം അഭിനയ പ്രാധാന്യമുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഒരു ആക്ഷൻ ഹീറോ ആയിട്ട്, ഒരു മുഴുനീള ആക്ഷൻ ഹീറോ ആയിട്ട് വരുന്ന സിനിമയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു സിനിമ, അതായത് നമ്മുടെ കറുവാച്ചൻ്റെ സിനിമയായ ഒറ്റക്കൊമ്പൻ. ഈ ഒരു സിനിമ എന്തായാലും 100 കോടി ക്ലബിലേക്ക് എത്താനും സാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ ആദ്യ 100 കോടി സിനിമ കൂടിയാകും ഒരുപക്ഷെ ഒറ്റക്കൊമ്പൻ.